ഹായ്, ഇന്ന് നമുക്ക് മഷ്റൂം കൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുറേ നാളായി മഷ്റൂം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി ഇടണമെന്ന് വിചാരിക്കണം. പക്ഷേ മഷ്റൂം കിട്ടിയില്ല. വർഷക്കാലം ആകുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടും, പറമ്പിൽ നിന്ന് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് എവിടെ നിന്നും കിട്ടിയില്ല. ഇന്നിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല മഷ്റൂം ഇരിക്കണു, അത് മേടിച്ചു ഒരു പാക്കറ്റ്. അത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും വന്ന് സൂപ്പ് ഉണ്ടാക്കാമെന്നു. അപ്പം ഞാനാണെങ്കിൽ വേഗം സൂപ്പ് ഉണ്ടാക്കി എനിക്കിത് ഇടുകയും ചെയ്യാമല്ലോ. അങ്ങനെ സൂപ്പ്, അപ്പോൾ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിലേക്ക് വേണ്ടത് ചെറിയൊരു സവാള, 4-5 അല്ലി വെളുത്തുള്ളി, ബട്ടർ, കോൺഫ്ലവർ. ഇത് 4 വേണ്ടത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതാദ്യം തന്നെ മഷ്റൂം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റി ചൂടാറുമ്പോൾ ചെറിയ പീസാക്കി മാറ്റി വയ്ക്കുക. സൂപ്പിലേക്ക് ചെറിയ പീസാണ് എപ്പോഴും നല്ലത്. പിന്നെ വേണ്ടത് സവാളയും വെളുത്തുള്ളിയും കൂടി ബട്ടറിൽ നല്ല പോലെ വഴന്ന് വരുമ്പോൾ ഈ കൂണ് അതിലേക്ക് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നല്ല പോലെ ഇളക്കി വീണ്ടും അടച്ച് വയ്ക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണം. ചിലപ്പോൾ അടി പിടിക്കും. ഗ്യാസ് സിമ്മിൽ ഇടണം കേട്ടോ എപ്പോഴും. ചിലപ്പോൾ അടി പിടിച്ചാലോ ഒന്ന് വിചാരിച്ചിട്ട് ഇളക്കി നോക്കണം. അപ്പം അങ്ങനെ അടച്ച് വെച്ച് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ നോക്കിയിട്ട് അപ്പോൾ നല്ല പോലെ മഷ്റൂം വെന്ത് ചെറുതായി ഉണ്ടാവട്ടെ. നമ്മൾ ഇടുമ്പോൾ ഒരു പാത്രം നിറച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് വന്നപ്പോൾ കാൽഭാഗം പോലും ഉണ്ടാവില്ല. അങ്ങനെ അതിലേക്ക് കോൺഫ്ലവർ ചൂടുവെള്ളത്തിൽ കലക്കി ഒഴിക്കുക. അത് വെള്ളം ചിലർക്ക് വെള്ളം കുറേ വേണ്ടി വരും, അല്ലെങ്കിൽ കുറുകിയത് വേണ്ടി വരും. അത് നമ്മളുടെ ഇഷ്ടത്തിന് അനുസരിച്ചായിരിക്കണം കോൺഫ്ലവർ കലക്കി ഒഴിക്കണത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അത് ഇടയ്ക്ക് നോക്കുക, നമുക്കുള്ള പാകത്തിലുള്ള വെള്ളം ആയോ എന്ന് നോക്കിയിട്ട് വേണം അത് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ. അങ്ങനെ നമുക്കുള്ള പാകത്തിനായെന്ന് വെച്ചാൽ അത് അടച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ ചൂടോടുകൂടി അത് ഉപയോഗിക്കുക. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ എത്ര കഴിച്ചാലും ശരീരം ഒട്ടും വണ്ണം വയ്ക്കില്ല, പക്ഷെ അത്രയും ആരോഗ്യം ഉണ്ടായിരിക്കും. അപ്പം നല്ല ഫുഡാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.